ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ആഴ്ച ഫുൾ എന്താണ് ഓണപ്പരിപാടിയും കാര്യങ്ങളും ഈ 2-3 ദിവസത്തിനുള്ളിൽ അല്ലേ. അതായത് സ്കൂളിലോണം, കോളേജിലോണം, അതുപോലെ തന്നെ കുടുംബശ്രീയിലോണം, അങ്ങനെ എല്ലായിടത്തും ഓണപ്പരിപാടികളാണ് അല്ലേ. അപ്പം നമുക്കാദ്യം നമ്മുടെ തിരുവോണത്തിന് മുമ്പ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്താണ്? ഓണക്കളികളും ഓണപ്പാട്ടുകളും ഓണപ്പരിപാടികളുമായിട്ട് നമ്മുടെ സ്കൂൾ വേദികളും, അതായത് നമ്മുടെ ഒരു സമൂഹം നമ്മൾ കൂടുകയാണ്, അതായത് ഓണത്തിന് മുമ്പ്. അപ്പം നമ്മുടെ ഈ ഓണം വരാനുള്ള ഈ ദിവസങ്ങളിൽ ഇത് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് അല്ലേ. നമ്മളൊരു 5-8 പേര്, കുറേ പേര് കൂടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, പോസിറ്റീവ് വൈബും എല്ലാം വേറെയാണ്. അപ്പം അങ്ങനെ ഒരിടത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതായത് കട്ടപ്പനയുടെ ഏറ്റവും വലിയ സ്കൂളായ സെൻറ്റ് ജോർജ് സ്കൂളിൽ, സെൻറ്റ് ജോർജ് ഹൈ സെക്കൻഡറി സ്കൂളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ കുട്ടേട്ടൻ പഠിച്ച സ്കൂളാണ് സെൻറ്റ് ജോർജ് ഹൈ സെക്കൻഡറി സ്കൂൾ. കട്ടപ്പനയിൽ ഏകദേശം ഒട്ടുമിക്ക ആളുകളും പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് ജോർജ്. കാരണം ആ ഒരു സ്കൂളെ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കട്ടപ്പനയുടെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരുപാട് വർഷം മുമ്പ്, ഒത്തിരി നാൾ മുമ്പ് തുടങ്ങിയിരുന്ന സ്കൂളാണ് സെൻറ്റ് ജോർജ് സ്കൂള്. അപ്പം ആ ഒരു സ്കൂളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്കൂളാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് പോകുന്ന വഴി കാണാം, പോകുന്ന വഴി അറിയാം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം മാധു സജിത്ത് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. കുട്ടികളുടെ ആഘോഷങ്ങളും ആർപ്പ് വിളികളും ഒക്കെ കേൾക്കാൻ വേണ്ടി, അതായത് ഓണത്തിൻ്റെ ഒരു അടിപൊളി വിഷ്വൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാ നമുക്ക് പോട്ടെ. ഇതാണ് നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂളിലാണ് ഓണാഘോഷ പരിപാടി നടക്കുന്നത്. അതായത് ഇടുക്കിയിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടുള്ളൊരു സ്കൂളാണ് കേട്ടോ. നല്ല അടിപൊളി വിശാലമായിട്ടുള്ള ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളാണ്. ഓണാഘോഷ പരിപാടിയിലേക്ക് കുട്ടികളും എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ സ്കൂളിലേക്ക് കയറി വന്നു. നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂൾ നേരത്തെ പോലെ ഒന്നും അല്ല. പെട്ടെന്നൊരു ലുക്ക് കാണുമ്പോൾ നമ്മൾ മരിയൻ കോളേജൊക്കെ ഒന്ന് ഓർക്കും അല്ലേ. അത്ര നല്ല മനോഹരമായിട്ടാണ് നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂള് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി പാർക്കിംഗ് ഏരിയയും അതുപോലെ തന്നെ വിശാലമായ ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളിയാണ് നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂള്. അപ്പം നമുക്ക് നേരെ സ്കൂളിനകത്തേക്ക് കടക്കാം. അവിടുത്തെ പരിപാടികളും ഇന്നത്തെ ഓണാഘോഷ പരിപാടികളും എല്ലാം നമുക്ക് കാണാം. അങ്ങനെ ഞാൻ സ്കൂളിനകത്ത് കയറിയപ്പോൾ ആദ്യം തന്നെ നമ്മൾ വരുമ്പോൾ ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. ആ ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ഇവിടെ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പം അവരെല്ലാം കൂടി ഇരുന്നിട്ട് അത്തപ്പൂക്കളിടാണ്. നല്ല അതിമനോഹരമായ അത്തപ്പൂക്കളാണ് എല്ലാവരും കൂടെ ചേർന്ന് ഇടുന്നത്. പല കളറിൽ, പല ഡിസൈനിൽ. അത് ഓരോ കളം വരച്ചിട്ട് അവിടെ ഏത് കളർ ഇടണമെന്ന് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവിടെ ആ അക്ഷരം, അതായത് ഏത് കളറാണോ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ അക്ഷരം എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നല്ല മനോഹരമായിട്ട് തന്നെ അത്തപ്പൂക്കൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു. അവർക്കൊക്കെ വളരെ സന്തോഷമായി. അവർ നല്ല മിടുക്കി കുട്ടികളാണ് കേട്ടോ. എന്നോട് ഒരുപാട് സംസാരിച്ചു. അവർക്കൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മുടെ ചാനൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മുടെ ഓണവിശേഷങ്ങളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അതുപോലെ നല്ല അത്തപ്പൂക്കളം ഫിനിഷിംഗ് ആയിട്ടില്ല. അപ്പം അത്തപ്പൂക്കളം നമ്മൾ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒന്നുകൂടെ നോക്കണം. കാരണം അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണണ്ടേ. അങ്ങനെ ഞാൻ നേരെ LP സെക്ഷനിലോട്ടാണ് പോയത്. അതായത് അവിടുന്ന് കുറച്ചിങ്ങ് മാറിയാണ് LP സെക്ഷൻ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഓണാഘോഷവും പരിപാടികളും ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേനും അമ്മമാരെല്ലാവരും നല്ല തകൃതി പണിയിലാണ്. കുറേ പേര് തേങ്ങ ചിരണ്ടുന്നുണ്ട്, കുറേ പേര് പച്ചക്കറി എരിയുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ വേറൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ അവരുടെ ആ സംസാരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത്. ഇതൊക്കെ പണ്ട് കാലത്ത് കിട്ടിയിരുന്ന ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും എന്താ ഓർഡർ ചെയ്ത് മേടിക്കല്ലേ. പക്ഷേ അതിലേക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഓണസദ്യ ഉണ്ടാക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം കുറേ നമുക്ക് സംസാരിക്കാൻ പറ്റും, കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും, കുറേ പേരോട് നമുക്ക് എന്താ പറയേണ്ട അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എല്ലാമാണ് ഇതിലൂടെ നമ്മൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കും ഇവിടെ ഒരുപാട് കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇത് നമ്മൾ നേരത്തെ കൂട്ടുകുടുംബത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ ചെയ്തിരുന്ന രീതികളിലാണ് തന്നെ ഇവിടെ ചെയ്യുന്നത്. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതങ്ങനെ വേണം ഓണം ആഘോഷിക്കാൻ. ഓണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് ചെയ്യുകയാണ്. ഇത് PTA അംഗങ്ങളാണ്. LP സ്കൂളിലെ PTA അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഈ സദ്യയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. കുട്ടികൾ അവരുടെ ഓണം തകർത്ത് ആഘോഷിക്കുകയാണ്. അവരുടേതായ സ്വർഗത്ത് അവരുടേതായ രീതിയിൽ
അവരടിച്ചു പൊളിക്കുകയാണ്, അവരങ്ങനെ സന്തോഷിക്കട്ടെ അല്ലേ. അതുപോലെ തന്നെ LP വിഭാഗത്തിനുമുണ്ട് കേട്ടോ അത്തപ്പൂക്കളം. അതും ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതും നമുക്ക് കാണണം. ഇട്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ. സിസ്റ്ററാണ് ഇടുന്നത്, ഇട്ട് വരുന്നതേ ഉള്ളൂ. ഓണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? അതെ, നമ്മുടെ മലയാളി മങ്കകളും ശ്രീമാനും ഒക്കെ ഇറങ്ങുന്ന ഒരു ദിവസമാണ് ഓണം അല്ലേ. അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങി അടിപൊളിയായി നിൽക്കുന്ന ഒരുപാട് മലയാളി മങ്കകൾ നമ്മുടെ ഈ സ്കൂളിലുണ്ട്. അതുപോലെ അത് മാത്രമല്ല, നമ്മുടെ ശ്രീമാന്മാരും ഉണ്ട്, അതുപോലെ തന്നെ മാവേലി ഒക്കെയുണ്ട്. അവരെല്ലാവരും അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ സ്റ്റേജിലേക്ക് വരേണ്ട അവർക്കൊരു ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെയെല്ലാം സ്വീകരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. അവരെല്ലാവരും വരട്ടെ. അപ്പം നമ്മുടെ കുട്ടികളുടെ ചെറിയ ചെറിയ ഡാൻസും പരിപാടികളും ഒക്കെ ഉണ്ട്. കോപ്പിറൈറ്റിൻ്റെ പർപ്പസ് ഉള്ളതുകൊണ്ട് തന്നെ ആ പാട്ടുകളൊന്നും ഇടുന്നില്ല. അവരുടെ താളത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. കുട്ടികൾ അങ്ങനെ ഈ ഓണം അടിച്ചു പൊളിക്കട്ടെ അല്ലേ. ഓണമായാൽ സദ്യ വേണം അല്ലേ. സദ്യക്ക് പുറമെ പായസം വേണം, അത് നിർബന്ധമാണ്. അതാണ് നമ്മുടെ ഓണം. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഞാനില്ലാതെ നിങ്ങൾക്ക് എന്താഘോഷം, അതുപോലെ തന്നെ നമ്മുടെ പായസമില്ലാതെ എന്തോണം അല്ലേ. അപ്പം നമുക്ക് പായസത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടുവരാം. വെള്ളം കൂടി പോയോ? അത് ഇട്ടോ കുഴപ്പമില്ല, മൊത്തം ഇട്ടോ. കുട്ടികളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ മലയാളി മങ്കയും അതുപോലെ തന്നെ ശ്രീമാനും നമ്മുടെ മാവേലി തമ്പുരാനും എഴുന്നള്ളുന്ന സമയമായിരിക്കുന്നു. അത് കണ്ടില്ലേ, നമ്മുടെ കൊച്ചു മലയാളി മങ്കമാരെല്ലാവരും അതിസുന്ദരികളായിട്ട് നിൽക്കുന്നു അല്ലേ. കണ്ടിട്ട് തന്നെ അടിപൊളി, നമുക്ക് വളരെയേറെ ഇഷ്ടം തോന്നും അല്ലേ. എല്ലാ കുഞ്ഞു പിഞ്ചു പൈതങ്ങളും എന്താണ് മലയാളി മങ്കയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് രസമാണല്ലേ. അതുപോലെ തന്നെ മലയാളി മങ്ക മാത്രമല്ല, ശ്രീമാനുണ്ട്. അപ്പം കൂടുതലും മങ്കമാരാണെന്നാണ് തോന്നുന്നത്, ശ്രീമാനെല്ലാം പുറകെയാണെന്ന് തോന്നുന്നു. നമ്മുടെ മലയാളി മങ്കമാരെയും ശ്രീമാന്മാരെയും നമുക്ക് സ്വാഗതം ചെയ്തേ സ്റ്റേജിലേക്ക്.
അപ്പോൾ അതിൽ അന്ന് കുട്ടികളുടെ എല്ലാം പ്രിയങ്കരനായ മാത്യു സാർ അതിൽ പങ്കെടുക്കുകയും അതിൽ വിജയിയാകുകയും ചെയ്തു. അതിന് PTA-യുടെ ഒരു ആദരവ് അതിന് മാത്യു സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഇനി നമ്മുടെ തിരുവോണത്തിലെ സദ്യ, അതായത് ഓണസദ്യ കൊടുക്കലാണ്, ഓണസദ്യ കഴിക്കലാണ്. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിനുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാവരും അവിടേക്ക് എത്തിക്കുകയാണ്. അപ്പം അമ്മമാരും PTA അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പിള്ളേരെല്ലാം സദ്യ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടത് ഓണത്തിലെ സദ്യ കഴിക്കാൻ പോകണം, അതിനോടൊപ്പം പായസം കിട്ടും എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും തന്നെ. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണല്ലേ. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് തിരുവോണത്തെ വരവേൽക്കട്ടെ. ആദ്യം കണ്ടിരുന്ന അത്തപ്പൂക്കളം പൂർണ്ണമായിട്ടുണ്ട്. കണ്ടോ, അതിമനോഹരമായിട്ട് തന്നെ അത്തപ്പൂക്കളം പൂർണ്ണമായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. താഴത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പോന്നപ്പോഴാണ് വടം വലിക്കാനായിട്ട് വടം ഇട്ടിരിക്കുന്നത് കണ്ടത്. സത്യത്തിൽ ഞാൻ വടം വലി അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വിഷ്വൽസും എല്ലാം എടുത്തു. അപ്പോൾ വടം വലി നല്ല തകൃതിയിൽ നടക്കാൻ പോവാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണെന്ന് തോന്നുന്നു വടം വലിക്കുന്നത്. അപ്പം അവരാണ് നിൽക്കുന്നത്, മറ്റു കുട്ടികളെ ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് വടം വലിയും കൂടി ഒന്ന് കാണാം.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഈ പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ.